തയ്യൽ പഠിച്ച് തുടങ്ങുന്ന എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നമാണ് കുർത്തിയുടെ സ്ലിറ്റ് വളഞ്ഞു പോവുക, നേരെയല്ലാതെ വരിക, ചുളുക്കം പോലെ തോന്നുക. അപ്പോൾ നമുക്കിതൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് ബിഗിനർ ആണെങ്കിൽ കൂടെ നമുക്ക് എങ്ങനെ തയ്ച്ചെടുക്കുന്നതെന്നൊന്ന് കാണാം അല്ലേ. ഞാനതിന് വേണ്ടിയിട്ടൊരു ചെറിയ ട്രിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡബിൾ സൈഡ് ടേപ്പാണ്. അതായത് പേപ്പർ ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഡബിൾ സൈഡ് ടേപ്പാണ്. ഇത് വെച്ചാണ് ഞാനിവിടെ സ്ലിറ്റ് തയ്ച്ചെടുക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് 1/2 ഇഞ്ച് വലിപ്പം വരുന്ന, അതായത് വിഡ്ത്ത് വരുന്ന ഒരു ടേപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലിറ്റ് എവിടെയാണോ തയ്ച്ച് നിർത്തിയിരിക്കുന്നത് അവിടെ നിന്നും താഴേക്ക് നമുക്ക് എവിടം വരെയാണോ സ്ലിറ്റ് വേണ്ടത് അവിടേക്ക് നീളത്തിൽ മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണ് യൂഷ്വലി കൊടുക്കുക അതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്യുമ്പോൾ കഴിവതും 1 ഇഞ്ച് തന്നെ ശ്രദ്ധിക്കുക കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ വന്നാൽ ക്ലോത്ത് ഇങ്ങനെ ബൾക്കി ആയിട്ട് തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് തന്നെ കൊടുക്കുക. ഒന്ന് മടക്കി വെച്ച് നോക്കുക കൃത്യമായിട്ടാണോ വരുന്നതെന്നുള്ളത് നോക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ ഈ മടക്ക് വരാൻ പോകുന്നത് അവിടേക്ക് വേണം ഈ ടേപ്പിനെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അതായത് ആ വരയുടെ തൊട്ടിപ്പുറത്തേക്ക് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ടേപ്പിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അതായത് ഈ സാധനം ക്ലോത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒട്ടി നിൽക്കില്ല, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയുള്ളൂ. ഇത് ടെമ്പററി മാത്രമാണ്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇളകി വരും. അതുകൊണ്ട് ഇത് ജസ്റ്റ് നമ്മൾ ആ തയ്ക്കുന്ന വരേക്കും ഇതിനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം മാത്രമാണ്. പക്ഷെ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ എവിടെയാണോ വേണ്ടത് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ പേപ്പർ പോർഷൻ ഉണ്ടല്ലോ അതിനെ അഴിച്ചെടുത്തു. ഇനി ആവശ്യമായ രീതിയിൽ മടക്കി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു വെക്കുവാണ്. ആദ്യം 1/2 ഇഞ്ച് മടക്കി, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കി, എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഈ യൂഷ്വലി ഈ 1/2 ഇഞ്ച് ഈ ഇങ്ങനെ മടക്കുന്ന സ്റ്റൈലിനോട് എനിക്ക് താല്പര്യമില്ല. അതെങ്ങനെയാണ് കൃത്യമായിട്ട് തയ്ക്കേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ മാത്രം ഈ വീഡിയോ ഫോളോ ചെയ്യുക. കാര്യം കുറച്ച് തയ്യൽ അറിയാമെന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ടൈം വേസ്റ്റാണ്. കാരണം ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന നേരം കൊണ്ട് നമ്മളിത് തയ്ച്ചെടുക്കും. അതുകൊണ്ട് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് കള്ളമൊന്നും പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് ഒട്ടിച്ചത് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് ഊരി വരും. അതൊന്നും ഓർത്ത് ടെൻഷൻ വേണ്ട. പിന്നെ ഇത് അലക്കുമ്പോഴോ തുണി തേക്കുമ്പോഴോ ഒന്നും ഒരു പ്രശ്നമില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് നമുക്കറിയാമല്ലോ, ജോർജറ്റ് പോലുള്ള മെറ്റീരിയൽ, ഓർഗൻസ പോലെയുള്ള മെറ്റീരിയൽ ഇതിലൊക്കെ ഇച്ചിരി കനക്കുറവ് കാണുമല്ലോ ക്ലോത്തിന്. ഇത് ഉപയോഗിക്കുമ്പോഴത്തേന് അവിടെ ഒരു സ്റ്റിഫ്നെസ് തോന്നും. അപ്പോൾ നല്ല സ്ട്രെയിറ്റായിട്ട് ഇതിങ്ങനെ കിടന്നോളും. ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. വേറൊരു കുഴപ്പവും ഇതിനില്ല. ഇനി കുഴപ്പമായിട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ തയ്ക്കുമ്പോൾ ഈ പശ ചേർത്താണ് നമ്മൾ തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ സൂചിയിൽ ഇതിൻ്റെ പശയുടെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പൊടിക്കിപ്പറേക്ക് മാറ്റി വേണം തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ പശ വരാത്തടത്തേക്ക് ഒരിത്തിരി മുന്നേക്ക് മാറ്റി വേണം ഇതിങ്ങനെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ 1/2 ഇഞ്ച് നമ്മൾ മടക്കുമല്ലോ, അത് കവർ ചെയ്ത് വേണം നിൽക്കാനായിട്ട്. അതായത് പശ മുകളിൽ കാണരുത്, അത്രയേ ഉള്ളൂ. ഈ സീ ത്രൂ ആയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രണ്ടിൽ കൂടെ നോക്കുമ്പോൾ കാണരുത്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇത് സൂചി പിടിക്കാനും പ്രഷർ ഫൂട്ടിൽ ഒട്ടിപ്പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി. സ്ലിറ്റ് തയ്ക്കുന്ന കേസിൽ ഞാൻ മുന്നേ കാണിച്ച വീഡിയോയ്ക്കകത്ത് നമ്മൾ ഹെമ്മിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഹെമ്മിങ് ഒക്കെ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് അപ്പോൾ തയ്ക്കുമ്പോൾ എളുപ്പമായിട്ട് തയ്ച്ചെടുക്കാം. ഹെമ്മിങ്ങിന് പകരം ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഹെമ്മി ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഓൾറെഡി അത് അങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഹെമ്മി ചെയ്യാൻ എളുപ്പമായിരിക്കും.
അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത് ബിഗിനറാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കണ്ടില്ല, ഇത്ര സമയം നമുക്ക് എന്തായാലും ഈ ഒട്ടിക്കുന്നതിന് വേണ്ടി പോകും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ തയ്ച്ച് തന്നെ ശീലിക്കുക. അത്രയേ ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്ക് റിവൽസിബിൾ ടേപ്പ് എന്നും പറഞ്ഞും കൊണ്ട് ഒരു ടേപ്പ് അവൈലബിൾ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയാണ്. ജസ്റ്റ് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഉരുകി ക്ലോത്തിനെ ഒട്ടിച്ച് വെക്കും. അത് അത്യാവശ്യം ഫിക്സ് ചെയ്യുന്ന പോലെയാണ്. പക്ഷേ അതും തയ്ച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നനയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് വിട്ടുപോരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കുക. പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബിഗിനറാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ലിറ്റൊന്നും ശരിയാവുന്നില്ല. ചിലരുണ്ട് എത്ര ഭയങ്കര വർഷങ്ങളായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ കൂടുതൽ സ്ലിറ്റ് തയ്ച്ച് വരുമ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുക, ചുളിഞ്ഞിരിക്കുക. വളവിനേക്കാളും പ്രശ്നം ഈ ചുളിവാണ്. എത്ര തേച്ചെന്ന് പറഞ്ഞാൽ ആ ചുളിവ് അവിടെ കാണും. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേ പോലെ പിൻ വെച്ച് എന്താ പറയുക, എപ്പോഴും പിന്നൂത്തി അതിനേക്കാളൊക്കെ എളുപ്പമായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഞാനിത് പറയാൻ കാരണം എനിക്ക് ഈ സ്ലിറ്റ് ഭയങ്കര പ്രശ്നം വന്ന ഒരാളാണ് ഞാൻ. തയ്ച്ച് പഠിച്ച സമയത്തല്ല എനിക്ക് സ്ലിറ്റ് ഭയങ്കര ഒരു ബാലികേല മലയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാടിങ്ങനെ തപ്പിയിട്ടുണ്ട്. എങ്ങനെ വൃത്തിയാക്കാം, നല്ല ഭംഗിയിൽ എങ്ങനെ ഇരിക്കും. എനിക്കാണേലും പേഴ്സണലി സ്ലിറ്റ് ഇട്ട് കഴിയുമ്പോൾ അത് നല്ല സ്ട്രെയിറ്റായിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നതാണ് ഇഷ്ടം. എപ്പോഴാണേലും എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് തന്നതാണ്. അതായത് ആ സ്ലിറ്റ് നല്ല വര പോലെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം. കാരണം ഞാൻ ഇതുപോലെ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു അടിപൊളിയായിട്ട്. എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെന്നോടത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാം എന്നുള്ള ഒരു ഭാവത്തിൽ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയാം. ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ എനിക്കും ഫ്യൂച്ചറിൽ ഇതേപോലെയുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തോന്നുള്ളൂ. അതുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വേഗം വരാം. ടാറ്റ.